വാട്ട് എവർ ദി ഇൻസൈഡിൽ എന്തൊക്കെ ബോംബ് പൊട്ടിയാലും നിങ്ങൾ ഭയങ്കര കാമായി കമ്പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നതും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. എൻറ്റയർ ഫാമിലീനെ അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് നിൽക്കണം. അപ്പം അന്ന് എനിക്ക് ഞാൻ നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പോലും എനിക്ക് ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല. അതിൻ്റെ ഇൻസെക്യൂരിറ്റീസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ. നമുക്ക് വലുതാവുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് പലതും ചെറുപ്പം മുതലേ നമ്മുടെ മേലെ നമ്മുടെ പാരൻസ് അറിഞ്ഞോ അറിയാതെയോ പറയുന്നതാണ്. അപ്പോൾ അവർ അവെയർ ആയതുകൊണ്ട് പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പാരൻസ് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മളും പാരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയ്ക്കൊരു ഡൗൺഫോളിലാണ് എന്ന് അവരെ അറിയിക്കാതിരിക്കാൻ, ആ ഒരു തോൽവി സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് നമ്മൾ ഫെയിലായി എന്നുള്ളത് അറിയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, ആ ഒരു ഹാർട്ട് ബ്രേക്ക്, അത് ഒഴിവാക്കാനും കൂടെ നമ്മളത് പലതും പറയാതിരിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മേലെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. എനിക്കൊരിക്കലും ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആളുകളായിട്ട് ഇടപെടാനോ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ മിസ്റ്റേക്ക് തെറ്റായി പോവോ എന്നുള്ള കുറേ ധാരണകളൊക്കെ കൊണ്ട് നടന്നിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. അവരവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ സ്ട്രഗിൾസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല. നമ്മളങ്ങ് അഭിനയിക്കുക, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മളങ്ങ് വിചാരിക്കുക, നമ്മളങ്ങ് കയറി ചെല്ലുക. അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു ലൈഫിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ ലൈഫ് ആൻഡ് യുവർ മെൻ്റൽ പീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ പെൺകുട്ടികളുടെ സിനിമ വരുമ്പോൾ അത് ബോറിംഗ് ആയിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരാണ് ഈ സിനിമ ബോറിംഗ് ആക്കുന്നത്? ആരാണ് പെൺകുട്ടികളുടെ ലൈഫ് ബോറിംഗ് ആക്കിയത്? അപ്പോൾ ഈ പാട്രിയാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിലും പാട്രിയാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ചെറിയ എന്ത് കാര്യമാണെങ്കിൽ വെറുതെ സോറി പറഞ്ഞുകൊണ്ടിരിക്കും. സോറി എന്തിനാ പറയണത്? അതൊക്കെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. ലൈക്ക് എപ്പോഴും നമ്മളെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്ന ഒരു പാരൻസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇഷ്യൂ ഇഗ്നോർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം സോറി പറഞ്ഞ് അത് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമ്മുടെ ബിഹേവിയർ, നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സംസാരം, ഇപ്പോൾ പല ഫ്രണ്ട്സും എൻ്റെ അടുത്ത് പറയും ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ പോലെ ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ നേച്ചേഴ്സ്, നമ്മളെ ബിഹേവിയർ, നമ്മൾ സ്നേഹത്തിനെ കാണുന്ന രീതി, നമ്മൾ റിലേഷൻഷിപ്പിനെ അളക്കുന്നതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡായിട്ട് ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻസെക്യൂരിറ്റീസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ. നമുക്ക് വലുതാവുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് പലതും ചെറുപ്പം മുതലേ നമ്മുടെ മേലെ നമ്മുടെ പാരൻസ് അറിഞ്ഞോ അറിയാതെയോ പറയുന്നതാണ്. അപ്പോൾ അവർ അവെയർ ആയതുകൊണ്ട് പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. മേ ബി അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ പോലെ ഇപ്പം ഞാനും ജിന്നി ഇരുന്ന് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും അവർക്കില്ല. അപ്പോൾ എല്ലാവരും കുട്ടികളെ വളർത്തുന്നു, ഞാനും വളർത്തുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു ട്രോമ ഉണ്ടല്ലോ, ഈ ട്രോമ നമ്മുടെ ജനറേഷനോടുകൂടിയെങ്കിലും എൻഡ് ആവണം എന്നാണ്. കാരണം ഒരു കുട്ടികളെ ഉണ്ടാക്കി എന്നിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ആ കുട്ടികളെ വളരാൻ നമ്മൾ പറയുവാണ്. അപ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാരൻസിൻ്റെ സ്നേഹം പലപ്പോഴും ഒരു ഇമോഷണൽ അബ്യൂസ് കൂടിയാണ്. അത് പാരൻസും തിരിച്ചറിയുന്നില്ല, നമ്മളും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഒരു കുട്ടികളെ വളർത്തുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അവൾ ജീവിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കാതെ പോയ കുറേ ആഗ്രഹങ്ങൾ ഇവരിലൂടെ പൂർത്തീകരിക്കണം എന്നൊക്കെ പറയുമ്പം അതൊരു ഡിഫറെൻറ്റ് പേഴ്സൺ ആണല്ലോ, അവരുടെ ലോകം വേറെയാണല്ലോ, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇതിനൊന്നും അവിടെ വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ പല പിള്ളേരും എൻ്റെ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ലൈഫിൽ ഫെയിലിയറാ എന്നൊക്കെ പറയുന്ന ആളുകൾ മേ ബി അവർ വലിയ വണ്ടേഴ്സ് അവർ ലൈഫ് ചെയ്താലും ദേ ആർ സ്റ്റിൽ നോട്ട് ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒരു ജനറേഷൻ വരുമെങ്കിലും കുട്ടികളെ കുട്ടികളായിട്ട് കണ്ടിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് അവരെ വിടുന്നത് നമ്മുടെ ചോയ്സ് ആണല്ലോ, നമുക്കൊരു കുട്ടി വേണ്ടയോ എന്നുള്ളത്. ഒരിക്കലും ആ കുട്ടീനെ നമ്മളാണ് ഈ ഭൂമിയിലോട്ട് വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഇമോഷണൽ ബേർഡൻസോ ട്രോമകളോ ഒന്നും പേറാനുള്ള ആളുകളായിട്ട് നമ്മളെ കുട്ടികളെ കാണരുത്. അങ്ങനൊരു ജനറേഷൻ വേണം. അറ്റ്ലീസ്റ്റ് എനിക്ക് കുട്ടി വേണോ വേണ്ടയോ എന്നുള്ളതെങ്കിലും നമ്മുടെ ചോയ്സ് ആയിട്ട് മാറണം. ലൈക്ക് ഇപ്പോൾ പാരൻസിൻ്റെ പ്രഷറുണ്ട്, സൊസൈറ്റീൻ്റെ പ്രഷറുണ്ട്, 30 കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല എന്നുള്ള പേടിയുണ്ട് ഞാൻ കുട്ടീനെ ഉണ്ടാക്കി എന്നൊന്നും ഒരു പാരൻസും പറയാതെ എനിക്കൊരു കുട്ടി വേണമായിരുന്നു എൻ്റെ സന്തോഷത്തിന് വേണ്ടി, ഞാൻ അതുകൊണ്ട് ആ കുട്ടീനെ ഉണ്ടാക്കി എന്ന് പറയുന്ന രീതിയിലെങ്കിലും ആ ഒരു ഇമോഷണൽ അബ്യൂസ്, പാരൻസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഇമോഷണൽ അബ്യൂസ് നമ്മുടെ ഈ ഒരു ജനറേഷനോടെങ്കിലും എൻ്റെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സൂപ്പർ മമ്മി എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ്, പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, വി ആർ എസ്റ്റർഡേസ് പീപ്പിൾ റേസിങ് ടുഡേസ് കിഡ്സ് ഫോർ ടുമോറോ. നമ്മൾ വളർന്നത് ഇന്നലെയാണ്, അന്നുള്ള ഒരു പ്രൊഡക്ട്സോ അല്ലെങ്കിൽ അന്നത്തെ സിറ്റുവേഷൻസ് അല്ല
അന്നത്തെ നമ്മൾ ഇന്നത്തെ ചിൽഡ്രൻസിന് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാണ്. ആൻഡ് അവിടെ നമ്മൾ പറയുന്നത് ഞാൻ അന്ന് അങ്ങനെയൊന്നും അല്ല, നടന്നൊക്കെയാണ് സ്കൂളിൽ പോയത്. അവര് നാളെ ചിലപ്പം ഫ്ലൈയിങ് കാറിലായിരിക്കും പോകാൻ പോകുന്നത്. ആൻഡ് വി ആർ സ്റ്റിൽ ടെല്ലിങ് നടന്നാണ് പോയത്, നമുക്ക് ഒരു ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത്. സോ എപ്പോഴും ഞാൻ ആ ലൈൻ ഇങ്ങനെ ഓർക്കും, ലൈക്ക് വി ആർ യെസ്റ്റർഡേസ് പീപ്പിൾ റേസിംഗ് ടുഡേസ് കിഡ്സ് ഫോർ ഫ്യൂച്ചർ. ആൻഡ് അതെപ്പോഴും അത് എത്ര വാലിഡ് ആണെന്നുള്ളതേ, അതൊക്കെ എല്ലാ പേരൻസും കേട്ടിരിക്കേണ്ട ചില ടോക്ക് ഷോസ് ഉണ്ട്. അതൊക്കെ അവരെ വല്ലപ്പോഴും ഒക്കെ കേൾക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. നിന്നെ അതുപോലെ ഈ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഉള്ള ഡൗൺഫോൾസും, നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് ടോട്ടലി പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുന്നെന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് ഡൗൺഫോൾസ് ഉണ്ടാവും. പേഴ്സണലി എനിക്കും ഉണ്ടായിട്ടുണ്ട്, നിന്നയ്ക്കും ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഡിപ്രഷൻസിലേക്ക് പോവാം, ഡൗൺഫോൾസ് ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങളായിരിക്കാം. നമുക്ക് ഏറ്റവും അങ്ങേ അറ്റത്തെ പ്രശ്നം വന്നാലും ലാസ്റ്റ് ഗോ ടു ആയിരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് അവരിലേക്ക് റീച്ച് ഔട്ട് ആവില്ല. ഫസ്റ്റ് നമ്മുടെ ഏറ്റവും ആ ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യും. ചിലപ്പോൾ അതിൽ ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ അടുത്ത ആളോട് പറയും. അതും ആയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരോടെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറയും. അവിടുന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടറിനെ നമ്മൾ ആരും അറിയാതെ പോയി കാണും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മുടെ പേരൻസ് അത് അറിയുള്ളൂ. അതെന്താ നമുക്ക് എപ്പോഴും അതൊരു ലാസ്റ്റ് ഗോ ടു ആവുന്നത് ഫോർ മോസ്റ്റ് ഓഫ് ദം. ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടു, ഞാൻ എത്രത്തോളം ഡിപ്രസ്ഡ് ആയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡിപ്രഷനെ പറ്റി ഐ ടോക്ഡ് അബൌട്ട് ഇറ്റ് വിത്ത് മൈ മോം. അത്രത്തോളം ഞാൻ അത്രയ്ക്ക് ഡിപ്രസ്ഡ് ആയി. അമ്മയോട് വരെ ഞാൻ ഷെയർ ചെയ്തു. ലാസ്റ്റ് ഗോ ടു ഓപ്ഷൻ. അതെന്താ അങ്ങനെ? ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ളത്, ഫസ്റ്റ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ വീട്ടിൽ പറഞ്ഞു വിചാരിച്ചു, അവരാദ്യം പറയുന്നത് ഞാൻ അന്നേ പറഞ്ഞല്ലേ നിന്നോട്, ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞാലേ. അപ്പം അവിടെ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ പോട്ടി എന്ന് പറയുന്ന ഒരു സാധനമോ വരില്ല. ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ബ്ലെയിമാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളൊരു ബ്ലെയിമിംഗ് ആണ് അവിടെ ആദ്യം സംഭവിക്കുക. പിന്നെ പാരൻസ് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മളും പാരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയ്ക്കൊരു ഡൗൺഫോളിലാണ് എന്ന് അവരെ അറിയിക്കാതിരിക്കാൻ, ആ ഒരു തോൽവി സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് നമ്മൾ ഫെയിലായി എന്നുള്ളത് അറിയുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം, ആ ഒരു ഹാർട്ട് ബ്രേക്ക്, അത് ഒഴിവാക്കാനും കൂടെ നമ്മളത് പലതും പറയാതിരിക്കാറുണ്ട്. പിന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് നമ്മൾ വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇപ്പം ഞാൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ എന്നെ പഴയതുപോലെ കാണുമോ, പിന്നെ അവർക്ക് എന്നോട് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഫിയറാണ്. ഇപ്പം എൻ്റെ ബുക്കിൽ തന്നെ ദേവികയുടെ കേസ്, അമലിൻ്റെ ഒരു കേസ് വരുമ്പോൾ വീട്ടിൽ പറഞ്ഞാൽ ചത്ത് കളയുന്ന ദേവിക പറയുന്നുണ്ട്. കാരണം അവൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവരെ, ഇങ്ങനെയുള്ള എൻ്റെ ഒരു വേർഷൻ അവർ അറിയണ്ട എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻസൊക്കെ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവണം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പാരൻസും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റിൽ ഇതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റാണ് ഞാൻ പോയി പറയണത് വീട്ടിൽ. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇന്നും ഞാൻ എൻ്റെ അമ്മയുടെ ഹീറോയ്ക്ക് മൊമെൻറ്റ്സ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു, അവൾ എൻ്റെ മോളല്ലേ, എനിക്കറിയാം അവൾ എന്തുവരെ ചെയ്യും എന്നുള്ളത്, വരട്ടെ നമുക്ക് നോക്കാം, നീ അത് കളഞ്ഞിട്ട് വാ നമുക്ക് നോക്കാം എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത റെസ്പോൺസ് ഒരിക്കലും ഇല്ല. ഞാൻ അത് മാത്രമല്ല, ഈ ഒരു മൊമെൻറ്റ് വരെ ഈ ഒരു മൊമെൻറ്റ് വരെ നമ്മൾ തമ്മിൽ എത്ര വലിയ വഴക്കുണ്ടായിട്ടുണ്ടായാലും ഈ ഒരു പോയിന്റ് എടുത്തിട്ട് അമ്മ എന്നെ ഹേർട്ട് ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് സുഖമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ പോലും വേറെ കുറേ കാര്യങ്ങൾ പറയുമെങ്കിലും ഒരിക്കലും അമ്മ അത് ചെയ്തിട്ടില്ല. അപ്പോൾ മേ ബി നമ്മൾ പറഞ്ഞാൽ പാരൻസ് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്കുണ്ട്. നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തിട്ട് അത് പണി വാങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് ഓർക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ആ നല്ല കുട്ടി എന്നുള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ താഴെ പോവല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. പല കഥകളിലും ഇങ്ങനെ ഒരു ലേഡി ഒരു സിറ്റിയിൽ പോയി വളരുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പലതും കേൾക്കുമ്പോൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ലേഡീസിനല്ല, ഇനി ഈ കൂട്ടുകുടുംബത്തിൽ ഒക്കെ താമസിക്കുന്ന ജെൻസ് ആണെങ്കിലും ഒരു വട്ടമെങ്കിലും ഒരു എറയെങ്കിലും അവർക്ക് ഒറ്റയ്ക്കുള്ളൊരു ലിവിങ് അലോൺ എന്ന് പറഞ്ഞൊരു എറ വേണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ഒരാൾക്കൊരു ലിവിങ് അലോൺ ഒറ്റയ്ക്ക് വേണമെന്നല്ല. ഈ ബുക്കിൽ സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു അതിഥി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എല്ലാ മനുഷ്യർക്കും അവനവന് വേണ്ടിയിട്ട് ഒരു ഇടം വേണം, ചിരിക്കാൻ, കരയാൻ, സ്വന്തമായിട്ടൊരു മുറിയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ
നമ്മുടെ വീട് ഏതാണെന്ന് നമുക്കറിയില്ല, ഹസ്ബൻഡ് വീടാണോ സ്വന്തം വീടാണോ. അപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും നിങ്ങളുടെ ഒരു സ്പേസ് വേണം. ഞാനൊക്കെ പെൺകുട്ടിയോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങും. അതിപ്പോൾ ഭയങ്കര ആസ്തറ്റിക് ആയിട്ടുള്ള വീടാവണം എന്നൊന്നുമില്ല, ആരെവിടെ നിന്ന് ഇറക്കി വിട്ടാലും നമുക്ക് ചെല്ലാൻ നമ്മുടെ ഒരു വീടുണ്ട് എന്നുള്ളൊരു സ്പേസ്. ഇപ്പം ഇതുപോലെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റെൻ്റൽ വീട് ആണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെ തോന്നും. കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഞാനും ഹസ്ബൻഡും കൂടി റെൻ്റലായിട്ടൊരു വീടെടുത്ത് നിൽക്കുന്നത് വരെ അവിടുത്തെ കിച്ചൺ വരെ എനിക്ക് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ആ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയും. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഞാൻ പറയും, നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേറൊരു സിറ്റിയിലോട്ട് തന്നെ പോകണമെന്നില്ല, വേറൊരു സ്റ്റേറ്റിലോട്ട് തന്നെ പോകണമെന്നില്ല, അപ്പുറത്തൊരു നാട്ടിലാണെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിച്ച് നോക്കൂ. അപ്പം അറിയാം നമ്മൾ കണ്ട ലോകത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഭയങ്കര വലുതാണ്. നമ്മൾ കണ്ടൊരു ലോകമല്ല അവിടെ കിടക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ മേലെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. എനിക്കൊരിക്കലും ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആളുകളായിട്ട് ഇടപെടാനോ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ മിസ്റ്റേക്ക് തെറ്റായി പോവുക എന്നുള്ള കുറേ ധാരണകളൊക്കെ കൊണ്ട് നടന്നിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. അപ്പം ഞാൻ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്ത സമയത്താണ് ഞാൻ ഇത്രയ്ക്ക് കേപ്പബിൾ ആണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ട മനുഷ്യന്മാർ പോലെയല്ല, കുറേ ടൈപ്പ് ഓഫ് ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്ത സമയത്ത് കുറേയൊക്കെ നമ്മുടെ കേരളത്തിലെ ടീം തന്നെയായിരുന്നു എൻ്റെ ഓഫീസിലുണ്ടായത്. അപ്പോൾ എനിക്കവിടെ ഭയങ്കര ലോൺലി ആയിരുന്നു. കാരണം അവരെല്ലാം ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഈശ്വരി ഞാൻ എന്തിനാണ് അത്രയ്ക്ക് ടോളറേറ്റ് ചെയ്തത് ഞാൻ ആലോചിക്കും. എനിക്ക് തിരിച്ച് പറയാൻ പേടിയായിരുന്നു. ഇപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ ഇവർ കമൻറ്റൊക്കെ അടിക്കും. അപ്പോൾ എനിക്കത് ഞാൻ എന്തുകൊണ്ടന്ന് പ്രതികരിച്ചില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു, ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ, അല്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മുംബൈക്ക് പോയ സമയത്താണ്, അവിടുത്തെ ഓഫീസിലാണ് ഞാൻ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ കാണുന്നത്. ഇപ്പം നമ്മുടെ എപ്പോഴുള്ളൊരു തെറ്റെന്ന് വെച്ചാൽ നമ്മളെക്കാളും വലുതാണ് മറ്റുള്ളവരെല്ലാവരും നമ്മൾ വിചാരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മാനേജർ, ബോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കണ്ടതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ നമ്മൾക്ക് തരുന്നൊരു വാല്യൂ ഉണ്ട്, നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഈ സിനിമകളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബോസ് എംപ്ലോയി റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് എൻ്റെ ഫസ്റ്റ് ജോബ് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സ്പേസസ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എനിക്കതിലൊരു പ്രശ്നമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ പോഷായിട്ടുള്ള കഫേസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ആസ്തറ്റിക്കലായിട്ടുള്ള കഫേസിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണെന്ന് പറയും. കാരണം എല്ലാവരും ഭയങ്കര വേറൊരു സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ ആയിരിക്കും അവിടെ വരുന്നത്. അവരിടയ്ക്ക് ഞാൻ എന്തോ ചെറുതാണെന്നുള്ളൊരു ഫീൽ എനിക്ക് വരുമെന്ന് പറയും. ഞാൻ പറയും യു ഡോണ്ട് നോ, ലൈക്ക് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ സ്ട്രഗിൾസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല. അപ്പോൾ എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും. അതൊരിക്കലും നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ഇപ്പം എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഇല്ലായ്മകളിലോട്ടാണ് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജിനീനെ കാണുന്ന ചോദിക്കും, ജിനീനെ പോലൊരു ഹെയർ എനിക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും. അത് ഒരിക്കലും എൻ്റെ ആവാൻ പോകുന്നില്ല. മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കമ്പയറിങ് സാധനം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കുന്നു. എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമേൻ്റെ ഭാഗമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് യു വിൽ നെവർ ബി കംഫർട്ടബിൾ ഓർ കോൺഫിഡൻറ്റ് ഇനഫ്. ലൈക്ക് ഒരിക്കലും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടില്ല. ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ പറയുക, അഭിനയിക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന്. ഇപ്പം ഞാനൊക്കെ റൂമിൽ പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ 100 വെറീസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും പുറത്ത് കാണിക്കില്ല. നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ ജിനി എന്നെ എങ്ങനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ രീതിയിൽ എന്നെ അവിടെ പിക്ചർ ചെയ്യാൻ പറ്റും. നമ്മളങ്ങ് അഭിനയിക്കുക, നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മളങ്ങ് വിചാരിക്കുക, നമ്മളങ്ങ് കയറി ചെല്ലുക. അവിടെ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഇരിക്കുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാനിങ്ങനെ ഇപ്പം ഞാനതിങ്ങനെ പഠിക്കും. എങ്ങനെയാണ് ഒരു ഡിഫറൻസ് മേക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഭയങ്കര പാനിക്കായിട്ട് ഒരു ഓഫീസ് റൂമിലേക്ക് തിരക്കിട്ടൊക്കെ കയറി ചെല്ലുന്നതും വാട്ട് എവർ ദി ഇൻസൈഡിൽ എന്തൊക്കെ ബോംബ് പൊട്ടിയാലും നിങ്ങൾ ഭയങ്കര കാമായി കമ്പോസ്റ്റായിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നതും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനേ പറ്റും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്, നമ്മൾ ആ രീതിയിൽ നമ്മൾ ലേൺ ചെയ്യുകയാണ് എങ്ങനെയെന്നുള്ളത്. എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ
ഫ്രണ്ട് ആയാലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഐ ടു ഐ സംസാരിക്കാം. അപ്പോൾ സംവെയർ നിങ്ങൾക്ക് തോന്നും ഓക്കെ ലൈക്ക് നിങ്ങൾ ആ പ്ലേസ് ഡൊമിനേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് വരും. പണ്ടൊക്കെ ഒരാൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അയാളത് ചെയ്തത്, ഞാൻ അയാളെ സ്നേഹിച്ചു, അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്തു, ബട്ട് സ്റ്റിൽ എന്താണ് എൻ്റെ കയ്യിൽ ലാക്ക് ആവുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാനതിനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മേ ബി അയാൾക്ക് വേണ്ടത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം എനിക്കൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ നോക്കുന്ന കാര്യങ്ങൾ മേ ബി അയാളിൽ എനിക്ക് കിട്ടിയായിരിക്കാം. മേ ബി അയാൾ നോക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അതൊരാളുടെയും തെറ്റല്ല. എല്ലാ മനുഷ്യരും ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ പാവകളൊന്നുമല്ല. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഇമോഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മേ ബി നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് അതല്ലായിരിക്കാം വേണ്ടത്. അപ്പോൾ അതെൻ്റെ ഒരു കുറവൊന്നുമല്ല. ഞാൻ കംപ്ലീറ്റ് ആണ്, ഞാൻ കംപ്ലീറ്റ് ആണ്. അയാൾക്ക് വേറെ എന്താണ് വേണ്ടത് അയാളത് ചെയ്യട്ടെ, അയാൾ തേടിപ്പോട്ടെ, അയാൾ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. ആ കമ്പാരിസൺ യൂഷ്വലി കാണുന്നത് സോഷ്യൽ മീഡിയ കണ്ടിട്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാം ലൈഫും റിയൽ ലൈഫും കൂടെ ഉള്ള വ്യത്യാസം ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മൾ കരുതും എല്ലാവരും ഇപ്പം നമ്മളൊന്ന് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം, ട്രാവൽ ഏരിയാസ് സെർച്ച് ചെയ്യാണ്, പിന്നെ നമുക്ക് ആൽഗോരിതം അനുസരിച്ച് നമുക്ക് ആ ട്രാവൽ ഏരിയാസ് തന്നെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പലരും ട്രിപ്പ് പോകുന്നത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും എല്ലാവരും മൂവിങ് ആണ്, ഞാൻ മാത്രമാണ് സ്റ്റക്ക് എന്നൊരു തോട്ട് വരും. ഞാൻ ഇൻസ്റ്റഗ്രാം വളരെ കുറവ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് എത്ര പേർക്ക് അറിയുന്നല്ല. ഞാൻ ഏറ്റവും കൂടി ഇപ്പോൾ ഒരു 1 hour ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യാറുള്ളൂ സോഷ്യൽ മീഡിയ. കാരണം നമ്മളത് ചെയ്യണ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പം ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ സ്റ്റാൻലി കപ്പ് ഉണ്ടല്ലോ, അതുവരെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവുണ്ടെന്ന് വരെ നമ്മൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ലിബാമിന് വേറൊരു 5 ലിബാം ഉണ്ടാവും. ഒരു കൺമഷി വാങ്ങിക്കുന്നത് 5 കൺമഷി വാങ്ങിക്കും. ഇത് വാട്ടർ പ്രൂഫാണ്, ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഐലൈനർ ഇങ്ങനെ വരും. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളൊരു പ്രൊഡക്റ്റ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊള്ളില്ല. അതിന് നിങ്ങളൊരു 5 റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫിക്സ്ഡ് ഹെയർ ഒക്കെ ആയിട്ട്, അപ്പോൾ നമ്മളൊരിക്കലും അതിൻ്റെ ഒരു മറുവശം ചിന്തിക്കുന്നില്ല. ദേ ആർ മേക്കിംഗ് മണി ഫ്രം ഇറ്റ്. നമുക്കൊരിക്കലും രാവിലെ എണീറ്റിട്ട് നമ്മളെ കിച്ചൺ ആസ്തറ്റിക് ആയിട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ എൻ്റെ വീട് മേ ബി വീക്കിലി 2 ദിവസമായിരിക്കും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. ബാക്കി ദിവസം എൻ്റെ വീട് ഒരു മെസ്സായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന 1 മിനിറ്റ് റീല് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് 1 മിനിറ്റ് കണ്ടിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ഒരു യൂസർ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം, പണിയെടുക്കുക മരിക്കുന്നവരെ പണിയെടുക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഞാൻ പറഞ്ഞു എന്തിന്? നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് റിലാക്സ് ആയിട്ട് കാമായിട്ട് നമ്മൾ ഇരിക്കുന്നതാണ്. വെറുതെ ഇരിക്കണം. അതെ, അപ്പോൾ പണിയെടുക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യാണ്. നിങ്ങൾ കുറേ പണിയെടുക്കും. നിങ്ങളുടെ വീട്ടിലൊരു ഞാൻ പറയട്ടെ, നിങ്ങളൊരു ദിവസം വീട് അടിച്ച് വരില്ല എന്ന് വെച്ചിട്ട് ആകാശമൊന്നും ഇടിഞ്ഞ് വീഴാൻ പോണില്ല. ഇപ്പം ഞാൻ അമ്മേനോട് പറയും 2 നേരം മുറ്റടിക്കായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ പണ്ട്. എന്താവശ്യത്തിന്? അപ്പം നമ്മൾ വെറുതെ പ്രഷർ ചെയ്യാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതെ, പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഇപ്പം ഈ അടുത്ത് ഞാൻ കണ്ടു റീൽ, എനിക്ക് ഭയങ്കരമായിട്ട് സെൻസായിട്ടില്ല, കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് തോന്നിയൊരു കാര്യമാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊരു കൾച്ചർ അനുസരിച്ച് നമ്മൾ രാവിലെ എണീറ്റ് ബദാം കഴിക്കണം, ചിയ സീഡ്സ് കഴിക്കണം, 5 ലിറ്റർ വെള്ളം കുടിക്കണം. അതെ, കുക്കുംബർ ലെമൺ ഇട്ടിട്ട് 5 ലിറ്റർ വെള്ളം കുടിക്കണം. നിങ്ങൾ പിന്നെ ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് യൂട്യൂബോ കണ്ടന്റ് ക്രിയേഷനോ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ജിമ്മിൽ പോകണം, നിങ്ങൾ നടക്കാൻ പോകണം, നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ നിങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. കിഡ്സ് ഉണ്ടെങ്കിൽ കിഡ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. സിറം അപ്ലൈ ചെയ്യണം. അതേ 3 നേരം മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ, ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് 24 മണിക്കൂറാണ്. ഇതൊന്നും ചെയ്തില്ലേ നിങ്ങൾ പ്രൊഡക്റ്റീവ് അല്ലാന്നാണ് ഇത് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഒരാൾ ജിമ്മിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ ജിമ്മിൽ പോകണം, ഒരാൾ സിറം യൂസ് ചെയ്യുമ്പോൾ ഞാൻ സിറം യൂസ് ചെയ്യണം. പലതും പല ടൈപ്പാണ് കാണുന്നത്. പക്ഷെ നമ്മളിതെല്ലാം കാണുന്നതുകൊണ്ട് നമ്മളിതെല്ലാം ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ പറയുന്നത് 24 മണിക്കൂർ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ അളക്കേണ്ടത് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവരും പറയും ലൈക്ക് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ, ആളെന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ആളുടെ വീട്ടിൽ തുണി അലക്കുന്നതും അത് മടക്കി വെക്കുന്നതും അടിച്ചു വരുന്നതും ആളല്ലല്ലോ അല്ലേ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ 3 നേരം ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത്, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി, ഇതൊക്കെ ചെയ്ത് 5 മിനിറ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ നിങ്ങൾ മാറ്റണം. അതേപോലെ ഈ സ്കിൻ കെയർ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയ്ക്ക് ക്രീമും കാര്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിന് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളൊരു അവെയർനെസ് മനുഷ്യന് ബേസിക്കായിട്ട് ഉണ്ടാവണം. കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു ലൈഫിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ ലൈഫ് ആൻഡ് യുവർ മെൻ്റൽ പീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇപ്പം നിമ്ന അധികം സാഹിത്യമൊന്നും മിക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇമോഷൻസ് കറക്റ്റ് എഴുതാറുണ്ട്. അത്രയും ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ഒക്കെ പോകുന്ന പോലെ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിഗ് ബാക്ക് സ്റ്റോറി കാണുമല്ലോ. വാട്ട് ഈസ് ദാറ്റ് വൺ ബിഗ് ബാക്ക് സ്റ്റോറി ഇൻ യുവർ ലൈഫ് ഹാപ്പൻ? അയ്യോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ എഴുതുന്നു, ലൈക്ക് എന്നെ എന്താണ് എഴുതാൻ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു 40-45 വയസ്സായിട്ടുള്ള എൻ്റെ മാമിമാർ അവരൊക്കെ പറയും, ഞങ്ങൾക്ക് ഇപ്പോഴാണ് നീ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 18-20 വയസ്സാകുമ്പോൾ തന്നെ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഒരു വേർഷൻ ഓഫ് ഇതിലേക്ക് ഞാൻ ബിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തുവരെ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എൻ്റെ ഫാമിലിയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് എൻറ്റയർ ഫാമിലീനെ അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് നിൽക്കണം. അപ്പോൾ അന്ന് ഞാൻ നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പോലും എനിക്ക് ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. ബട്ട് ഡീപ്പ് ഇൻസൈഡ് എനിക്കറിയാം ഇതാണ് റൈറ്റ്, ഇവരുടെ കൂടെയാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫാമിലിയിൽ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എൻറ്റയർ ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ട്രോമകളോട് എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു 5 ഇയേഴ്സോളം എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ഫാമിലി, ലൈക്ക് ഓൾ ഫാമിലി, ഇപ്പം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയല്ല, മുഴുവൻ ഫാമിലീനെ ഓക്കെ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരായിട്ടൊരു സ്പേസ് ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് അത്രയും വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എടുത്ത ആ സ്റ്റാൻഡൊന്നും ഞാൻ പിറകോട്ട് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ദർ ഇസ് സംതിങ് ദാറ്റ് എൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം ഉണ്ട്, എനിക്ക് ശരിയെന്നുള്ള തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട എഴുതിയ റിലേഷൻഷിപ്പ് ഇല്ലില്ല, അതല്ല അതേ അല്ല. അത് ആളുകൾ ഞാൻ എന്ത് പറഞ്ഞാലും ഈ ബുക്കുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവും. ഞാൻ കണ്ടത് ഇതാണല്ലോ. അങ്ങനെ അതല്ല. പിന്നെ ഞാൻ ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായി. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇന്ന ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാവും, ഇന്ന ആളുകൾ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യും, എനിക്ക് വേണ്ടി അവർ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചെടുത്ത് ഒരാളും വന്നില്ല, ആരും ഉണ്ടായില്ല. അപ്പം എന്നെ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ച പലരും ഞാൻ പറയുന്നതിന് ഒട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരവസ്ഥ വന്നു. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, കാരണം ഇത്രയും പേര് അത് പറയുമ്പോൾ മേ ബി ഞാൻ തെറ്റായിരിക്കാം എന്നെനിക്ക് ചിന്തിക്കായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ നമ്മുടെ ഇമോഷന്, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിന്, അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി, വേണ്ട, എൻ്റെ മനസ്സിനാണ് പറയുന്നത്, ഞാൻ ആ ഡിസിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിസിഷൻ എൻ്റെ ലൈഫിലെടുത്തു. ഇന്നും ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അതെൻ്റെ കൂടെ ഒരു മനുഷ്യരും ഉണ്ടായില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ കുറ്റമല്ലായിരിക്കാം, അവർക്ക് മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റായിട്ടായിരിക്കും. അപ്പോൾ എന്ത് വന്നാലും നിങ്ങളത് ഫേസ് ചെയ്യാൻ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കണം. അല്ലെങ്കിൽ അത് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവും, എനിക്ക് ഞാനേ ഉണ്ടാവും എന്നുള്ള വിശ്വാസം തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് ഈ ഒരു മൊമെൻറ്റ് വരെ ഞാൻ കീപ്പ് ചെയ്യുന്നത്. എനിക്ക് വിഷയമല്ല. ഇപ്പം ഞാൻ ഇമോഷണലി ഭയങ്കര ഡാമേജ്ഡ് ആണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പം എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറിയാലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഒരു കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാലോ ഒന്നും എന്നെ ഫീൽ ചെയ്യില്ല. എൻ്റെ ഇമോഷണൽ ബൗണ്ടറീസ് അത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ് ആര് വന്നാലും പോയാലും എനിക്ക് ഞാനുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ ലൈഫ് എന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ 2 ഇൻസിഡൻസ് കൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു ലെവലിലോട്ട് മാറിയത്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നൊരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു പീരീഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ജെൻഡർ ബേസ്ഡിൽ കൂടെ ഇൻക്ലൂഡഡ് ആണോ ആ ഒരു സ്ട്രഗിൾ? കാരണം പലയിടത്തും ഞാൻ ജെൻഡർ ബേസിലുള്ള ഒരു ഇനിക്വാലിറ്റി അത് എപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലായിടത്തും എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു ജെൻഡർ ബേസിലുള്ളൊരു ഇനിക്വാളിറ്റി കാണുന്നുണ്ട്. അന്നും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരു ലേഡി എന്നുള്ള ഒരു റീസൺ അവിടെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. ലേഡി എന്നുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് അത് എന്തായാലും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പെൺകുട്ടിക്ക് സമാധാനമായിട്ട് ഒരു ദിവസം മുന്നോട്ട് ജീവിക്കുക എന്ന് പറയുന്നത്, കടന്നു പോകുക പറയുന്നത് തന്നെ ഭയങ്കര സ്ട്രഗിളാണ്. അതിപ്പോൾ എനിക്കിപ്പോൾ ഒരു പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആൺകുട്ടി ഒരു ലൈഫിൽ ജീവിക്കുന്ന അത്ര ഈസി അല്ല നമുക്കൊരു കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കൊന്നിപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അത്രയും കാര്യം ചിന്തിക്കണം. വീട്ടിൽ അത്രയും കാര്യങ്ങൾ സേഫാണ്, സെക്യൂർ ആണെന്ന് ചിന്തിച്ചാൽ മാത്രമേ, ഫുഡുണ്ടോ അടിച്ചവരൊക്കെ ചിന്തിച്ചാൽ മാത്രമേ പുറത്തിറങ്ങൂ. പക്ഷേ എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോവും. അത് അങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് വെച്ചത്.
വച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തതിനേക്കാൾ ഏറെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. ലൈക്ക് ഇപ്പം തന്നെ ഞാൻ എഴുത്തിലോട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ആരാണ് നിമ്ന വിജയ്, നിമ്ന വിജയ്ക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്, അല്ലെങ്കിൽ ഹൂഷി, ആരാണ് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ഒരുപാട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേർ യു ആർ ഫ്രം എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറഞ്ഞ് പലരും പറയുന്ന എഴുത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല ഞാനൊന്നും എഴുതുന്നത്. പക്ഷേ എന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് വായനക്കാരുണ്ട് എന്നുള്ളൊരു സത്യം അതെനിക്കറിയാം. ഇപ്പം ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ചില ബുക്ക് വിൽപ്പനക്കാർ അവർ വന്നിട്ട് പറയാറുണ്ട്, നിങ്ങളുടെ ഒരു ബുക്ക് 10 എണ്ണം വിറ്റിട്ടാണ് ഒരു ദിവസം എൻ്റെ ഫാമിലി കഴിഞ്ഞു പോകുന്നത് എന്ന് പറയുമ്പം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് കിട്ടാവുന്ന ഏത് അവാർഡിനേക്കാളും വലിയൊരു അവാർഡായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പറയും പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് കുട്ടികൾ ഓടി വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലാവും നമ്മളെ കാണുമ്പോഴേക്ക്. എന്നിട്ട് എൻ്റെ ജീവിതമേ തകർന്നു പോയേക്കാവുന്ന ഒരു പോയിന്റ് എന്ന് ഞാൻ മുന്നോട്ട് നടന്നത് നിങ്ങളുടെ ബുക്ക് പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിതൊരു ബൈബിള് പോലെയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയില്ല ഒരു റീസൺ നമ്മൾ കൊടുക്കാതെ ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എഴുത്തിലൊരു ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ വന്നത്. ഒരു പബ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ബുക്കായിട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പുറത്തിറങ്ങുന്നത്. പക്ഷേ ഇന്ന് ആ പബ്ലിക്കേഷൻ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പബ്ലിക്കേഷനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഐ എം സോ പ്രൗഡ് അബൌട്ട് ഇറ്റ് അല്ലേ. അതേപോലെ എഴുത്തെന്ന് പറയുന്നത് ചില ആളുകൾക്ക് മാത്രം ഉള്ളൊരു സ്ഥലമാണ് തോന്നിയെടുത്തുനിന്ന് ഒരുപാട് പുതിയ ആളുകൾ വരുന്നു. അവരുടെ പുസ്തകങ്ങൾ ഇത്രയും റൈറ്റേഴ്സ് ഇവരുണ്ടായിട്ട് പോലും അവരുടെ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറായിട്ട് മാറുന്നു. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ആ കുട്ടികൾ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കുന്നു, അവർ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തുടക്കക്കാരിയായിട്ടുള്ള ഒരാളെന്ന രീതിയിൽ പ്രൗഡായിരിക്കും. അത് ഞാൻ സൂപ്പർ പ്രൗഡാണ്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ് ജനസംഖ്യയുള്ള ഒരു നാടാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബുക്ക് ഇറങ്ങുന്നതിന് മുൻപേ പ്രീ ബുക്കും ഉണ്ട്, ആമസോണിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ വരുവാണ് എന്ന് പറയുന്ന സമയത്ത് അത് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം വെറുതെ ഇരുന്ന് ഓക്കെ നിന്നെ ആരാന്ന് ചോദിച്ച് വീട്ടിലിരുന്നാൽ കിട്ടിയിട്ടുള്ളൊരു കാര്യമില്ല. ഞാൻ അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ എന്നെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ എന്നെ അംഗീകരിക്കണം, എൻ്റെ എഴുത്തിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നും പറയണില്ല. പക്ഷേ എനിക്ക് വായനക്കാരുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാനിവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ ഗേൾ എന്ന രീതിയിലേക്കാളും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ളതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആൻസറബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിലൂടെ നമ്മളതിന് മറുപടി കൊടുക്കുക തന്നെ വേണം. ഞാൻ ചോദിക്കാൻ കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാഴ മൂവി ഇറങ്ങുന്നില്ലേ, അപ്പം ഫസ്റ്റ് മൂവി സെക്കൻഡ് മൂവി എല്ലാം ബോയ്സിന് തന്നെയായിരുന്നു. അപ്പം അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല. തേർഡ് മൂവി ഇറങ്ങുമ്പോൾ അതിൽ ലേഡീസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന കമൻസ് ഒക്കെ വെരി ബാഡ് ആയിരുന്നു. ഓ ഇതിൽ ഫുള്ള് പീരീഡ്സും പ്രസവമാണെന്നുള്ള രീതിയിലാണ്. എനിക്കൊന്ന് വാഴയുടെ ഇതിൽ വന്ന വേറൊരു കോമഡി ആയിട്ടുള്ള കമൻറ്റ്, സ്ത്രീകളുടെ സിനിമയാകുമ്പോൾ ബഡ്ജറ്റ് കുറവായിരിക്കുമല്ലോ, കാരണം അവർ വീട് അടുക്കള ഫോൺ എന്നാണല്ലോ അവരുടെ ലൈഫ് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ കമൻറ്റ് ആക്ച്വലി ശരിയാണ്. കാരണം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അപ്പോൾ പെൺകുട്ടികളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാഴ ഫസ്റ്റും ടൂവും കണ്ട പോലെ അത്ര കളർഫുൾ ആവില്ല. കളർഫുൾ ഇൻ ദി സെൻസ് ലൈക്ക് നമുക്ക് കിട്ടിയ ലിമിറ്റേഷനിൽ നമ്മളത് ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വാഴ സിനിമകളിലൊക്കെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അവർ പുറത്ത് പോകുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ്. ഇപ്പോൾ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ വീട്ടിൽ പെർമിഷൻ ചോദിക്കണം. ഇപ്പോൾ എനിക്കൊരു ചേട്ടനാണുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അവൻ പാടത്ത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് വീട്ടിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. ആരാളുള്ളത്? വീട്ടിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്തിനാ പുറത്ത് പോയി കഴിക്കുന്നത്, വീട്ടിൽ ചോറും കറിയും വെച്ച് കളിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ തന്നെ 2-3 മാസം നമ്മൾ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പെർമിഷൻ എടുത്ത് പാരൻസിൻ്റെ ഒരു ഒബ്സർവേഷനോട് കൂടിയാണ് നമ്മൾ ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ ട്രിപ്പ് ആണെങ്കിലും അങ്ങനെ. ഇപ്പോൾ അവരെ പോലെ ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം തരാൻ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഹോസ്റ്റലിൽ തന്നെ നോക്കിയാൽ മതി. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ടൈം എത്ര മണി? 6 മണിക്ക് കയറണം, 5:30 കയറണം. ആമ്പിള്ളേർക്ക് ഒരു 10-11 മണി വരെ അവർ കയറിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ പെൺകുട്ടികളുടെ സിനിമ വരുമ്പോൾ അത് ബോറിംഗ് ആയിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരാണ് ഈ സിനിമ ബോറിംഗ് ആക്കുന്നത്? ആരാണ് പെൺകുട്ടികളുടെ ലൈഫ് ബോറിംഗ് ആക്കിയത്? അപ്പോൾ ഈ പാട്രിയാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിലും പാട്രിയാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഒരു സീൻ ഉണ്ടല്ലോ, ഇവർ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി മാത്രമാണ് പെൺകുട്ടി മാത്രമാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്, അവർ മാത്രമാണ് സ്ലഡ് ഷെയിം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രയും ആമ്പിള്ളേർ പോയിട്ട് പോലും അവർക്കൊരു പ്രശ്നമില്ല, അവർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല കാര്യമായിട്ട് അവിടെ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, നിഖില വിമലും മാത്യുവും നെസ്ലിനൊക്കെ ചെയ്തൊരു പടം.
അതിൽ കൊറോണ സമയത്ത് ഇവരെല്ലാവരും മീൻ പിടിക്കാൻ പോകുമ്പോൾ നിഖിലായ്മൽ അവതരിപ്പിച്ച ക്യാരക്ടർ ചോദിക്കാനിടാ ഞാനും വരട്ടെടാ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട നീ വന്നാൽ ശരിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിനിമ നിങ്ങൾ വെറുതെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര നോർമലായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ വാഴ ഇറങ്ങിയ സമയത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് നിഖിലയുടെ ലൈഫ് എന്ന് പറയുന്നത് വീട്, അടുക്കള, കുറ്റം ഇതിൽ ഒതുങ്ങി പോവാണ്. പക്ഷേ ആ ലോക്ക്ഡൗൺ സമയത്ത് മാത്യു നെസ്ലിനും അവരുടെ ഗ്യാങ് ഉണ്ടാക്കിയ ഫൺ എന്തോരെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല എന്ന് ചോദിച്ചാൽ പറയുന്നത് സേഫ് അല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, സംരക്ഷിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. ആരിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്? ഇതേ പറയുന്ന പുരുഷന്മാരിൽ നിന്ന്. എക്കോ മൂവില് ലാസ്റ്റ് പറയില്ലേ പ്രൊട്ടക്ഷനിസ്റ്റ്. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് സംരക്ഷിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് സ്വയം നന്നായാൽ പോരെ. അപ്പോൾ നിങ്ങൾ നന്നാവുകയാണെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഴ 2 ഇറങ്ങിയ സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഹാഷിൻ്റെ എൻട്രി ഒക്കെ വരുന്ന സമയത്ത് കുറേ പിള്ളേർ ഗേൾസ് കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് വന്നിട്ട് അവർ കൈയടിച്ച ഒരു രീതിയുണ്ട്. അവർ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആളുടെ ഒരു ഗ്രോത്തിനെ അവർ സപ്പോർട്ട് ചെയ്തൊരു രീതിയുണ്ട്. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതുപോലെ പെൺകുട്ടികളുടെ സിനിമ വരട്ടെ. അതിപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയാലും നിങ്ങൾ അനുവദിച്ച് തന്നിട്ടുള്ള ഫ്രീഡത്തിൽ അവർ ജീവിച്ച സമയത്ത് അവരുണ്ടാക്കിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് പെൺകുട്ടികൾക്കും പറയാനുണ്ട്. അപ്പം എൻ്റെ ബുക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഞാനത് കൊടുത്ത സമയത്ത് ഒരു പബ്ലിക്കേഷൻ അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ബുക്കിൽ എന്താ ഉള്ളത്? ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്റ്റോറി ആണല്ലോ പറയുന്നത്, അവരുടെ ഡെയിലി ലൈഫ് വായിക്കാൻ ആർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് ആ ബുക്ക് റിജക്റ്റ് ചെയ്യപ്പെട്ടത്. ഇന്നിപ്പോൾ ആ ബുക്കിനൊരു 4 ലക്ഷത്തോളം വായനക്കാരുണ്ടായി. അപ്പോൾ ഗേൾസിൻ്റെ സ്റ്റോറി ഈസ് നോട്ട് ബോറിങ്. അപ്പോൾ വാഴ അത് 3 ഉണ്ടാക്കുന്ന റൈറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അതിൻ്റെ എല്ലാ എസൻസും കൊണ്ട് റൈറ്റ് ചെയ്യാൻ പറ്റട്ടെ, അതൊരു ബെസ്റ്റ് ഹിറ്റ് ആവട്ടെ. എന്തോ ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിമ്ന എല്ലാവരോടും ഇത് വായിച്ചിരിക്കണം, നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇത് മിനിമം ഈ ബുക്സ് വായിച്ചിരിക്കണം എന്ന് പറയാൻ തോന്നിയാൽ ഏതൊക്കെ ബുക്സ് ആയിരിക്കും? ഫസ്റ്റ് ഞാൻ പറയും ടോട്ടോച്ചൻ. ഇപ്പോൾ റീഡിങ്ങിലൊക്കെ കിടക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്, ഇപ്പോൾ ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്കാണ്, നല്ല ബുക്കാണ്, ടോട്ടോച്ചൻ പറയും. പിന്നെ അഷിതയുടെ ഷിഹാബുദ്ദീൻ പൊയ്ത്തോടുമായിട്ട് നടത്തിയുള്ളൊരു ഇൻ്റർവ്യൂയുടെ ഒരു ബുക്കുണ്ട്, അത് ഞാനായിരുന്നു. അതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള റീഡല്ല, കുറച്ച് ട്രോമാറ്റിക് ആണ്. പക്ഷെ അത് വായിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ പറയുക. അപ്പോൾ അതിനെ അതിജീവിച്ചിട്ട് നമുക്ക് കിട്ടിയ ലിമിറ്റേഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറയും. പിന്നെ ദ്രൗപദിയുടെ മഹാഭാരതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. അപ്പോൾ അതൊരു നല്ല റീഡാണ്. അതിൻ്റെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ബുക്കാണ്, അതിൻ്റെ മലയാളം ഉണ്ട്. പിന്നെ 7 ഹസ്ബൻഡ്സ് ഓഫ് എവ്ലിൻ ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് വായിച്ചൊരു ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബുക്കാണ്. അതൊരു വുമൺ സെൻട്രിക് ആയിട്ടുള്ള ബുക്കാണ്. പക്ഷേ നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുമാത്രം സ്റ്റാൻഡ് ചെയ്യും, അതുപോലെ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കിട്ടുമായിരിക്കും, പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഈ 4 ബുക്കാണ് വരുന്നത്. ഓക്കെ, സോ ഇനി എല്ലാം എഴുതാൻ പറ്റട്ടെ. ഇതുപോലെ എഴുതുന്നതിനേക്കാട്ടിലും മാറ്റി നിർത്തി നോക്കിയാൽ ലൈഫിൽ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കട്ടെ. ഓൾവേസ് ബി ഹാപ്പി, ബി പീസ്ഫുൾ. അങ്ങനെ ഒരു സറൗണ്ടിങ് കിട്ടട്ടെ. ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ് വിത്ത് ഫിൽഡ് ആവട്ടെ ലൈഫ്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ ഹാവിങ് മീ.